പഞ്ചാബി ഹൗസ് എന്നൊരു സിനിമ ദിലീപ് എന്ന നടന്റെ കരിയറിൽ എത്രത്തോളം മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ തന്നെ മുമ്പ് ഒരു എപ്പിസോഡിൽ ആ ഒരു വർഷത്തെ ദിലീപിന്റെ സിനിമകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. 98 എന്നൊരു വർഷമാണ് പഞ്ചാബി ഹൗസ് റിലീസ് ആവുന്നത്. ഇത് കഴിഞ്ഞ് 99 എത്തിക്കഴിഞ്ഞപ്പോൾ ദിലീപിന്റെ സിനിമകൾ 98 ആണോ 99 ആണോ ബെറ്റർ, ദിലീപിന് എത്രത്തോളം ഗുണമായിട്ടുണ്ട്, നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 99 ദിലീപിന്റെ ആദ്യം തിയേറ്ററിലെത്തിയ സിനിമ വിനയൻ സംവിധാനം ചെയ്ത പ്രണയ നിലാവ്. ദിലീപ് വിനയൻ നമുക്കറിയാം, കല്യാണ സൗഗന്ധികം, അതുപോലെ തന്നെ ഉല്ലാസ പൂങ്കാറ്റ്, കുറെ സിനിമകളുണ്ട് അവരുടെ. ആ ഒരു ടീമിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു പ്രണയ നിലാവ്. മോഹിനി നായികയായിട്ട് ദിലീപിന്റെ കുറെ സിനിമകൾ ആ തുടക്കകാലത്ത് മോഹിനി നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ VC അശോകാണ് എഴുത്തുകാരൻ. അദ്ദേഹം അന്ന് കുറെ സിനിമകൾ എഴുതിയിട്ടുണ്ട്. ആ സിനിമ അന്ന് എത്രത്തോളം വിജയമായിരുന്നു ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നല്ല, പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു. അന്ന് ഞാൻ ആ സിനിമ ശരിക്കും കണ്ടിട്ടുള്ളത് ഒരു C ക്ലാസ് തിയേറ്ററിലാണ്. ഇതൊരു ഫെബ്രുവരിയോ മാർച്ചിലോ ആണ് പ്രണയനിലാവ് സെന്റേഴ്സിൽ ഇറങ്ങുന്നത്. അത് കേട്ട ഒരു ഏപ്രിൽ മെയ് ഒക്കെ എത്തിയപ്പോൾ സെന്റേഴ്സിലേക്ക് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു സെന്ററിൽ ആ സിനിമ കണ്ടിട്ടുള്ള, പിന്നീട് കാസറ്റ് കണ്ടതുണ്ട്. അതങ്ങനെ ഒരു ഹ്യൂമർ ഉണ്ട്, പക്ഷെ അതൊരു ലവ് സ്റ്റോറിയാണ്. ജാതി മതം, രണ്ട് മതത്തിൽപ്പെട്ടവർ തമ്മിലുള്ള പ്രണയവും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെയാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇനി കൂടെ കുറച്ചൊരു സീരിയസ് മൂഡിലുള്ള ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോകാത്തത്. പക്ഷെ വിനയൻ എന്ന സംവിധായകൻ അതേ സമയത്ത് തന്നെ ആകാശങ്ക പ്രണയനിലാവിന് ശേഷമാണോ മുമ്പാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആകാശങ്ക ഒരു ഫെബ്രുവരിയിലാണ്, പ്രണയനിലാവ് ഒരു മാർച്ചിലാണെന്ന് തോന്നുന്നു. എന്തായാലും ആ വർഷം വിനയന് കുറെ സിനിമകളുണ്ട്, എല്ലാ സിനിമയും വിജയിച്ച സിനിമകളാണ്. ആ കൂട്ടത്തിൽ ഒരു സിനിമ തന്നെയായിരുന്നു പ്രണയനിലാവും. പിന്നെ ദിലീപിന് കിട്ടിയ വലിയൊരു അവസരം, ഒരു നല്ലൊരു വേഷമാണ് മേഘം, പ്രിയദർശന്റെ ഒരു സിനിമ. അപ്പൊ പ്രിയദർശന്റെ ഒക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ നടന്മാരുടെയും ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ദിലീപ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് 95 എന്ന വർഷം അന്ന് ദിലീപ് സിനിമയിലോട്ടൊക്കെ വരുന്നൊരു സമയമാണ്, വന്നു തുടങ്ങി, കുറച്ച് സിനിമകളൊക്കെ ആയി. അപ്പൊ അന്ന് അമ്മയുടെ ഒരു സ്റ്റേജ് ഷോ, ആദ്യമായിട്ടുള്ള ഒരു ഷോ കോഴിക്കോട് നടന്നിരുന്നു. 94 95 നടന്നപ്പോ അന്ന് ദിലീപ് മിമിക്രിക്ക് ചെയ്തിരുന്നു. അപ്പൊ അന്ന് പ്രിയദർശൻ പറഞ്ഞു, ഇനി നീ മിമിക്രി ചെയ്യേണ്ട, അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പ്രിയദർശനൊക്കെ കുറെ ഉപദേശങ്ങളും കുറെ മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേ ഒരു പ്രിയദർശൻ ഒരു സിനിമയിൽ നല്ലൊരു വേഷം, മമ്മൂട്ടിയാണ് നായകൻ, പക്ഷെ എങ്കിലും ദിലീപിന് നല്ലൊരു വേഷമാണ് ആ സിനിമയിൽ കിട്ടി. ടി ദാമോദരന്റെ സ്ക്രിപ്റ്റ്, നല്ല ഹിറ്റ് പാട്ടുകൾ. 99 വിഷുവിനാണ് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നത്. പക്ഷെ ആ സിനിമ നമുക്കറിയാം അന്ന് വിചാരിച്ച പോലെ ഏറ്റില്ല. കാരണം ആ സമയത്ത് മോഹൻലാലിന്റെ ഉസ്താദ് ഉണ്ട്, അതിനെക്കാട്ടും സൂപ്പർ ഹിറ്റായ ജയറാമിന്റെ ഫ്രണ്ട്സ് ഉണ്ട്, വീണ്ടും ചില വീട്ടുകാര്യങ്ങളുണ്ട്. ഈ സിനിമയ്ക്ക് ഒപ്പമാണ് മേഘം ഇറങ്ങിയത്. അതുകൊണ്ട് അന്ന് അങ്ങനെ വിചാരിച്ച പോലെ ക്ലിക്ക് ആയില്ല. പക്ഷെ ദിലീപിന് നല്ല ഒരു സിനിമ തന്നെയാണ്. അതിൽ സോങ് സീക്വൻസും നമുക്കറിയാം, ദിലീപിന്റെ നായികയ്ക്കൊക്കെ നല്ലൊരു സോങ് ഒക്കെ അതിൽ പ്രിയദർശൻ കൊടുത്തിട്ടുണ്ട്. ഒരു മമ്മൂട്ടി സിനിമയിൽ ദിലീപിന് അങ്ങനെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. പിന്നെ ഒരു സിനിമ ദീപസ്തംഭം മഹാശ്ചര്യം. KB മധു എന്ന സംവിധായകനാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സുരേഷ് പൊതുവാളാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ നമുക്ക് ദിലീപ്, ജോമോള്, സംഗീത, ജഗദീഷ് ശ്രീകുമാർ, രാജവിനയ്, ഹരിശ്രേഷൻ, വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഗംഭീര പാട്ടുകളാണ് ആ ഒരു സിനിമയിലെ. മോഹൻ സിത്താരയുടെ പാട്ടുകൾ എല്ലാം നമുക്ക് എല്ലാവരും ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ആ സിനിമ എനിക്ക് തോന്നുന്നു കുറച്ച് വൈകിയാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുള്ളത് തോന്നുന്നു. കാരണം അതിലെ പാട്ടുകൾ ഓൾറെഡി കുറെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് തിയേറ്ററിൽ. പക്ഷെ തിയേറ്ററിൽ ആ സിനിമ വിചാരിച്ച പോലെ ഹിറ്റില്ല. ഞാനൊക്കെ ആ സിനിമ കാസറ്റ് ഒക്കെ വന്നിട്ടാണ് കണ്ടത്. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ കൈരളി തിയേറ്ററിലോ ശ്രീ തിയേറ്ററിലോ ആണ് ആ ഒരു സിനിമ ഇറങ്ങി. പക്ഷെ തിയേറ്ററിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും രസമുള്ള പാട്ടുകളായിരുന്നു. പിന്നെ ദിലീപ് ഒരു പാവം ഒരു റോള്, ദിലീപിന്റെ സ്ഥിരം ഒരു ഹ്യൂമർ സംഭവങ്ങളൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം അന്ന് തിയേറ്ററിൽ വിചാരിച്ച പോലെ കഥ. കൊണ്ട് ദിലീപിനെക്കാട്ടും കൂടുതൽ കോമഡിയിൽ ജഗദീഷ് ശ്രീകുമാർ, ഹരിശ്രീ ശോഭനൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും നല്ല പാട്ടുകളുടെ പേരിൽ ഇന്നും ആ ഒരു സിനിമ നമ്മൾ ഓർക്കുന്നു. നമ്മളിപ്പോഴും യൂട്യൂബിൽ അതിലെ പാട്ടുകൾ കേൾക്കുന്നു, കാണുന്നു. പിന്നെ ലാൽ ജോസിന്റെ സിനിമ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ലാൽ ജോസ് ദിലീപ് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. കമലിന്റെ അസിസ്റ്റന്റ് ആയിട്ട് സമയം മുതലുള്ള അവരുടെ സൗഹൃദമാണ്. ലാൽ ദിലീപ് എന്ന പേരിൽ ഇവര് പണ്ട് കോമഡി കാസറ്റ് ഒക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ലാൽ ജോസ് ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ദിലീപിനെ നായകനാക്കും എന്ന് ഇവരുടെ മനസ്സിലാകുന്ന ഒരു ആഗ്രഹമുണ്ട്. അതിനുള്ള മറവത്തുറ കനവ് കഴിഞ്ഞിട്ട് ലാൽ ജോസ് ദിലീപിന് ഇത് കഴിഞ്ഞ് മറവത്തുറ കനവ് ഹിറ്റായി ഒരു പേരെടുത്തു, എന്നാൽ ഇനി അടുത്തത് ദിലീപിന്റെ ഒരു സിനിമ ചെയ്യും. അതിനാണ് ബാബു ജനാർദ്ദൻ ഒരു കഥ പറയുന്നത്. അന്ന് ഒരു മോഹൻലാൽ സിനിമ ചെയ്യാനുള്ള ഒരു അവസരം, ഫാസിൽ സ്ക്രിപ്റ്റ് എഴുതി ലാൽ ജോസ് സംവിധാനം ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഓഫർ പോലും അന്ന് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് ചെയ്ത ഒരാളാണ് ലാൽ ജോസ്. അതായിരുന്നു ചന്ദ്രൻ ദിക്കിൽ. അതില് നമുക്കറിയാം കാവ്യമാധവൻ ഉണ്ട്. കാവ്യമാധവനെ ആദ്യമായിട്ട് നായികയായിട്ട് വരുന്ന ഒരു സിനിമയാണ്. അതിനു മുമ്പ് ബാലതാരമായിട്ടും അനീതി വേഷമൊക്കെ ചെയ്തിരുന്ന കാവ്യമാധവൻ നായികയാവുന്നു. സംയുക്ത വർമ്മ
നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. സമയത്ത് പറയുമ്പോൾ എനിക്ക് തുറക്കാൻ വീടിന് ചില വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്ത സിനിമകളോ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ്. ഈ സിനിമ 99 നവംബർ ആ സമയത്താണ് ഇറങ്ങിയത്. അതേ സമയത്ത് തന്നെ ദിലീപ് വേറെ സിനിമകളുടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു സിനിമയാണ് ഉദയപുരം സുൽത്താൻ. അപ്പൊ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ചന്ദ്രകുന്ന് ദിക്കലിലെ പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ്. വിദ്യാസാഗറിന്റെ പാട്ടുകൾ. എനിക്ക് അതിന്റെ കാസറ്റ് ഒക്കെ അതിൽ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. പക്ഷെ ആ സിനിമ അന്ന് ലാഭമാണ്. ലാൽ ജോസ് അന്ന് വളരെ ബഡ്ജറ്റ് കുറച്ചൊക്കെയാണ് ആ സിനിമ ചെയ്ത് തീർത്തിട്ടുള്ളതെന്ന് ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സിനിമ അന്ന് വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയില്ല. നിർമ്മാതാവിന് നഷ്ടമൊന്നുമല്ല. എനിക്കൊണ്ട് നിർമ്മാതാവ് അന്ന് അതിന് ലാൽ ജോസിന് ഒരു മാരുതി 800 കാറോ സെക്കൻഡ് ഹാൻഡ് കാറോ ഒക്കെയാണ് അതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. നിർമ്മാതാവിനും കുറച്ച് ടൈറ്റ് ആയിരുന്നു എന്നൊക്കെ ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനു ശേഷം ഇറങ്ങിയ സിനിമ എനിക്കൊന്ന് ആ ഒരു ഡിസംബർ മാസമാണ് ഉദയപുരം സുൽത്താൻ. എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല. ഉദയപുരം സുൽത്താൻ ഡിസംബർ 31 തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ ഞാൻ പോയി കാണുന്നത്. അന്ന് ആ സിനിമ മാറ്റിനി ഒക്കെ ഉണ്ട്. അത് കേട്ടതിന്റെ പിറ്റേ ദിവസം 2000 മിലേനിയം, അന്ന് മിലേനിയം സ്റ്റാർസ് സിനിമ തിയേറ്ററിൽ ഇറങ്ങി. അപ്പോൾ ഉദയപുരം സുൽത്താൻ മാറ്റി. അതുകൊണ്ട് എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. പക്ഷെ ഞാൻ കാണുന്നത് ലാസ്റ്റ് ഡേ ആണ് ഉദയപുരം സുൽത്താൻ. അന്ന് ഈ സിബി ഉദയൻ, ജോസ് തോമസ് അവർ ഓൾറെഡി മാട്ടുപെട്ടി മച്ചാൻ പോലത്തെ സിനിമയൊക്കെ ചെയ്ത് ദിലീപ് സിബി ഉദയൻ കോംബോ തുടങ്ങുന്നത് ആ ഒരു സിനിമയിൽ. അതിനുശേഷം പിന്നെ ദിലീപിന്റെ സ്വന്തം റൈറ്റേഴ്സ് ആയിട്ട് അവർ മാറി. 2020 ഉൾപ്പെടെയുള്ള സിനിമകൾ, നമ്മൾ ഈ ആൾമാറാട്ട കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ ദിലീപിന്റെ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി, നല്ല രസമുള്ള സിനിമയെന്ന് ഉദയപുരം സുൽത്താൻ. അപ്പൊ ചന്ദ്രനിക്കുന്ന് ദിക്കിലും ഉദയപുരം സുൽത്താൻ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ദിലീപിന് കൂടുതൽ താല്പര്യം ആ ഒരു സിനിമയോടായിരുന്നു, ചന്ദ്രനിക്കുന്ന് ദിക്കിലിനോടല്ലായിരുന്നു എന്ന് ലാൽ ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഉദയപുരം സുൽത്താനാണ് അന്ന് തിയേറ്ററിൽ കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ മറ്റ് ചന്ദ്രൻ ദിക്കിലിനെ വെച്ച് നോക്കുമ്പോൾ ഉദയപുരം സുൽത്താനാണ് അന്ന് തിയേറ്ററിൽ കൂടുതലുള്ളത്. അപ്പൊ ഇത്രയും സിനിമകളാണ് ദിലീപിന്റേതായിട്ട് ആ 99 എന്ന് പറഞ്ഞ വർഷം. അത് ഒരു പഞ്ചാബി ഹൗസ് പോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ആ വർഷം ദിലീപിന് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ ഉദയപുരം സുൽത്താനാണ് തമ്മിൽ കുറച്ച് കൂടുതൽ ഓടിയത്. പിന്നെ പ്രണയനിലാവായിരിക്കാം. മറ്റു സിനിമകളൊന്നും അങ്ങനെ വലിയൊരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലല്ല. പക്ഷെ ഒന്നും അങ്ങനെ നഷ്ടമൊന്നും വന്ന സിനിമകളായിരിക്കില്ല. അന്നെല്ലാം ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്ത് ബി സെന്റേഴ്സിലും സി സെന്റേഴ്സിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് സിനിമകൾ. ഇതിൽ എന്റെ ഫേവറേറ്റ് സിനിമകൾ എനിക്ക് തോന്നുന്നു എന്തായാലും എനിക്ക് പറയാൻ പറ്റുന്നത് ഉദയപുരം സുൽത്താൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കണ്ടിട്ടുള്ളതും ഉദയപുരം സുൽത്താനാണ്. മേഘവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നല്ല പാട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും കാണുന്ന ഒരു സിനിമ തന്നെയാണ്. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളും നിങ്ങൾ അന്ന് തിയേറ്ററിൽ നിന്ന് കണ്ട നിങ്ങളുടെ ഓർമ്മകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. മാപ്സ്റ്റിക് മീഡിയ നമ്മുടെ വായനാപ്രേമികൾക്ക് വേണ്ടി ഒരു ഓഫറായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എഴുതിയ പുതിയ പുസ്തകമാണ് തെമ്മാടിയുടെ മോള്. മാൻകൈൻ ലിറ്ററേച്ചർ പബ്ലിഷ് ചെയ്ത 5 ചെറുകഥകളാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. അതായത് ഈ വീഡിയോൻ്റെ അടിയിൽ തെമ്മാടിയുടെ മോള് എന്ന ടൈറ്റിലിനെ കുറിച്ച് നിങ്ങൾ മനോഹരമായ 2-3 വാചകങ്ങൾ എഴുതുക. നിങ്ങൾ പലരും ഈ പുസ്തകം ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് പേര് വായിക്കാനിരിക്കുന്നുണ്ടാവും. എന്തായാലും വായിച്ചവരാണെങ്കിൽ അതിൻ്റെ കഥയെക്കുറിച്ചോ എന്തുമാവാം നിങ്ങൾക്ക് തോന്നുന്ന 2-3 മനോഹരമായ വാചകങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന പുസ്തക പ്രേമികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏകദേശം ഒരാഴ്ചയാണ് ഇതിന് സമയമുള്ളത്. അതായത് ജൂൺ 26 വരെ നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് മാപ്സ്റ്റിക് മീഡിയ അതൊന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഈ പുസ്തകം ഗീവ് അവേ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. ഇനി നിങ്ങൾ പുസ്തകം വായിക്കുന്നവരല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്കിത് വാങ്ങി ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സമയം കളയേണ്ട, ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കേട്ട ശേഷം ഇപ്പം തന്നെ നിങ്ങളതിൽ കമൻറ്റ് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്യാം. മറക്കണ്ട, തെമ്മാടിയുടെ മോള്, അതാണ് ടൈറ്റിൽ.